ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിക്കാൻ പോയ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഫിഷ് ഉണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. പിന്നെ നമുക്ക് ഇങ്ങനെ എപ്പം കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫിഷെല്ലാം വാങ്ങിച്ചിട്ട് അത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം എന്തെല്ലാം വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ആദ്യം ഞാൻ വീഡിയോനകത്ത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതും തിരുമോള് ഇതൊക്കെ ഞാൻ തിരുമോളെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിനിടയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വൈറ്റും റെഡും ഫിഷ് എന്ത് തൊട്ട് നോക്കി ഞാൻ എന്തെല്ലാന്ന് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ. ഞാനൊരു ബൗള് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇത് നമ്മളെ വലിയ ഫിഷ് ടാങ്ക് ഉണ്ട്, അതിൽ സെറ്റ് ചെയ്യേണ്ടിയിട്ട് ഒരു ഫിൽറ്ററാണ് കേട്ടോ. ഇത് ഒരു ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറുതിൽ സെറ്റ് ചെയ്യാൻ അതിൻ്റെ ഫിൽറ്ററും അതിൻ്റെ എയർ പമ്പും പിന്നെ അതിൻ്റെ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ് ടാങ്കിലൊക്കെ ചെടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡ് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗപ്പി കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ പേരെന്താ ബ്ലോ എന്തോ പറഞ്ഞായിരുന്നു. ഇതിന് ഈ ഒരു ഫിഷും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാട്ടെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ ഫുള്ളൊന്ന് സെറ്റ് ചെയ്യുന്നതാണേ കേട്ടോ. സെറ്റ് ചെയ്തിട്ട് നമ്മളെ ചെടീൻ്റെ പ്ലാന്റ് വെക്കുന്ന സ്റ്റാൻഡാണ്. നമ്മൾ അതിലാട്ടോ ഒരു 8 ഇഞ്ചിൻ്റെ ബൗളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ബൗളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അനിയനാണ് കേട്ടോ ഫുള്ള് ചെയ്യുന്നത്. നമ്മളെ ബൗളിലേക്ക് നമ്മളെ ഗോൾഡൻ ഫിഷിനെ മാറ്റും കേട്ടോ. ഞാൻ ഗോൾഡൻ ഫിഷിനെ ബൗളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അടിപൊളി പൊട്ടിപ്പോകും. നല്ല ഭംഗിയില്ല ഈ ഒരു എൻ്റെ നോക്കി കുറച്ചും കൂടി വെള്ളം വേണം. ഇതിലേക്ക് നമ്മൾ ഇവിടുന്ന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നല്ല 3 അടിപൊളി കുട്ടന്മാർ. എന്തോ ഭംഗിയാ. എൻ്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നേ ഇങ്ങനെ ഒരു ഗോൾഡ് ഫിഷിനെ വാങ്ങിക്കണം. ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഫിൽറ്റർ ഇട്ട് കൊടുക്കാന്ന്. വെള്ളം കുടിക്കണം. അയ്യോ ആയില്ല.
നോക്കിയാ മോളെ ഫിഷ് ഉണ്ട്. ഫിഷ് എന്തേ ഫിഷ്? നമുക്ക് ഫിഷിനെ കാണിച്ചു തന്നേ ഹൃദയ മോളെ. മാമന്റെ 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 അന്നേരം തൊടൂല. പൈപ്പ് കുറച്ച് മൂത്ത് പൈപ്പ് കുറച്ച് മേടിക്കാം. തൊടല്ല മോളെ. ഇതാണ് നമ്മളെ അടുത്ത ഫിഷ് ടാങ്കാണ് ഇത്. ഇത് കുറച്ച് മുന്നേ ഉള്ള ഫിഷ് ടാങ്കാണ്. ആദ്യം ഫിഷൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം പോയിട്ട് നമ്മൾ അങ്ങനെ റീസെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതാ കുറച്ച് സ്പീക്കറും ബോക്സും കാര്യങ്ങളും നമ്മളെ ഫിഷിനിൽ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ഫിഷ് ടാങ്കിൽ ഇത്രയും വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് വാങ്ങിച്ച ചെടി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ 2 തരം ചെടിയാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. മറ്റേതൊക്കെ ഫിറ്റ് ചെയ്യണം. Sponge. ചെടികളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന കേട്ടോ. എന്താ ഓരോ നടാനായിട്ട് ഓരോ വെക്കാന്ന്. കുറച്ച് അങ്ങോട്ട് വെച്ചിട്ട് ആ പ്ലാന്റിൻ്റെ അടുത്ത്. നമ്മളെ പ്ലാന്റ്സ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വെള്ളം കൂടി ഫില്ല് ചെയ്യാം. ഇതിലിപ്പം നമ്മൾ പ്ലാന്റ്സൊക്കെ ഇതാക്കിയാലും കണ്ടോ കുറച്ച് കച്ചറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ അരിപ്പയിൽ കോരിയെടുക്കണം. ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടി ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്ത് ഭയങ്കര സന്തോഷമാണ്. മാമൻ ഇങ്ങനെ ഓരോ വെള്ളം നോക്കി പരന്നടിച്ച് മോളെ സ്വിമ്മിങ് പൂളാ. ഇത് ഫിഷിൻ്റെ പറ, ഫിഷിൻ്റെ പൂളാ പറ മാമനോട്. ഹൃദയ ഹൃദയ മാമൻ എന്ത് ചെയ്യുന്നത്? മാമൻ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. തണുപ്പ് പിടിക്കു പറ. എന്നെ കാണിക്കും.
നമ്മൾ 2 ഫിഷിനെ നമ്മൾ ഈ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന കേട്ടോ. ഈ ഒരു ഫിഷിൻ്റെ വെള്ളത്തിലെ ടെമ്പറേച്ചറും ഈ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കൂടി ഫിഷിന് ഏകദേശം ഒരു ഈ ടെമ്പറേച്ചർ ഈക്വൽ ആകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക. അപ്പോൾ നമ്മുടെ മീനിന് ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഈക്വലാവും. നമ്മൾ വെള്ളം ഇത്രത്തോളം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിൽറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം. ഫിൽറ്റർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം. അതിൻ്റെ വയറ് കഴിക്കണം. വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുന്നു. അങ്ങനെ നമ്മൾ ഫിൽറ്റർ വെക്കിയത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് നമ്മൾ ഫിഷിനെ ഇതിലേക്ക് റിലീസ് ചെയ്യുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഗപ്പിനെയായിട്ട് വറുക്കുന്നത്. നമ്മൾ ബ്ലാക്കും വൈറ്റും റെഡും ആട്ടോ ഗപ്പി വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഫിഷിനെ ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നു. അതെ ഇങ്ങോട്ട് നോക്കിയെടുത്തത്. എന്തായാലും ഇറങ്ങുന്നില്ലേ? എല്ലാവർക്കും തെരഞ്ഞാലും നന്നായിട്ട്. അങ്ങനെ എന്തേ നമ്മളെ ഗപ്പീനൊക്കെ റിലീസായി. ഇവർക്കിതിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാട്ടാ. നല്ല ഭംഗിയില്ലേ വൈറ്റിനൊക്കെ കാണാൻ. മീൻ റിലീസ് ചെയ്യാം കേട്ടോ. ഇതിനെന്താ ഒരു വിഡോന്നോ അങ്ങനെ എന്തോ പറയും. നമുക്കിതിനെ കളർ മുള്ളിനെ വിളിക്കാം. കണ്ടോ നമ്മുടെ അടിപൊളി കളർ മുള്ളൻ. നല്ല ഭംഗിയുണ്ടല്ലേ ഇത്. അങ്ങനെ നമ്മൾ ഇത്ര മീനിനെ മാത്രം ഇപ്പം വാങ്ങിച്ചിട്ടില്ല. നമുക്ക് ഇനിയും ഇതിലേക്ക് മീനെ നമുക്ക് വാങ്ങിച്ചിടണം. അങ്ങനെ നമ്മളെ ഫിഷ് ടാങ്ക് ഇത് ഇവിടെ റെഡി ആയിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും ഒരുപാട് അലങ്കാരപ്പണി ചെയ്യാനുണ്ട് കേട്ടോ. ഇതിൻ്റെ വുഡ് ഇവിടെ എവിടെയോ ഉണ്ട്. ഇപ്പം പാക്കറ്റ് കാണുന്നില്ല. അത് സെറ്റ് ചെയ്യണം. ഇതിലേക്ക് കല്ലുകൾ സെറ്റ് ചെയ്യണം. എല്ലാം സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇനിയും ഒരുപാട് മീൻസിനെ കുറച്ചും കൂടി ചെറിയ ചെറിയ മീൻസിനെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോഴതിന് നല്ല ഭംഗി വരിക. നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ പണി ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ഗോൾഡൻ ഫിഷിൻ്റെ ഇപ്പോൾ ഞാൻ അതിനടുത്തായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളെ ഫിഷ് ടാങ്കിൻ്റെ രണ്ടും വലിയ ഫിഷ് ടാങ്കായാലും ചെറിയ ഫിഷ് ടാങ്കായാലും അതിൻ്റെ പണി നമുക്ക് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് ഫിഷിനെയും കൂടി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ചെടികളും കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ട് പോകുന്നവരുണ്ട് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ബൈ.